ഹലോ ഹായ് വണക്കപ്പകളെ വണക്കം. അങ്ങനെ ഇന്ന് ധീരൻ എന്ന സിനിമയാണ് കണ്ടത്. നമ്മുടെ ഭീഷ്മപർവ്വത്തിൻ്റെയൊക്കെ റൈറ്ററായിട്ടുള്ള ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത ആദ്യ സിനിമ. പുള്ളിക്കാരൻ്റെ ഈ ഒരു ഡെബ്യൂട്ട് സംവിധാനം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭീഷ്മപർവ്വം പോലൊരു സീരിയസ് സബ്ജക്റ്റ് എടുക്കാതെ ഒരു ഫൺ എൻ്റർടൈനർ എന്നുള്ള രീതിയിലേക്ക് പിടിക്കാൻ ശ്രമിച്ചത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ ഒരു സിനിമയുടെ ട്രെയിലറും ഒക്കെ കണ്ട സമയത്ത് തന്നെ ഒരു നൈസ് ഫീല് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ വളരെയധികം ചിരിപ്പിച്ച ഒരുപാട് ആക്ടേഴ്സ് ഒന്നിച്ച് വരുന്ന കോമ്പിനേഷൻ സീക്വൻസ് സിനിമയിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു രസമൊക്കെ ഫീൽ ചെയ്തു. എന്തായാലും കാണണം എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് രാജേഷ് മാധവൻ, ശബരീഷ് വർമ്മ, അഭിറാം, പിന്നെ മനോജ് കെ ജയൻ, സുധീഷ്, അശോകൻ, ജഗദീഷ്, അങ്ങനെ തുടങ്ങി അത്യാവശ്യം താരനിരയുള്ളൊരു സിനിമ. പക്ഷേ ഈ സിനിമ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ധീരൻ എന്ന രാജേഷ് മാധവൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിലാണ്. ഒരു പാരലലി സ്റ്റോറി പറയുന്ന അല്ലെങ്കിൽ ഒരു നോൺ ലീനിയർ സ്റ്റൈൽ പിടിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ തിരക്കഥ അത്യാവശ്യം ഫണ്ണാക്കി പിടിക്കാനൊക്കെ ശ്രമിച്ച ഒരു പരിപാടിയാണ്. ഒരു നാട്ടുകാർക്ക് മൊത്തം തലവേദനയായിട്ടുള്ളൊരു യുവാവ്, അയാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട് വിടേണ്ടി വരുന്നു. പക്ഷേ മറ്റൊരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടുകാർക്ക് മൊത്തം അയാളുടെ പിന്നാലെ പോകേണ്ട ഒരവസ്ഥ വരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന ചില സാഹചര്യങ്ങളും ഒരു നാട് മൊത്തം വെറുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മറ്റുള്ളവർ എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു, ഏത് തരത്തിലായിരിക്കും അവളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കുറേ സംഭവങ്ങൾ വരുമല്ലോ. അതിലൂടെയൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഒപ്പം തന്നെ ഈ പാരലലി എന്താണ് വേറൊരു വേൾഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ കുറച്ച് കോമ്പിനേഷൻ സീക്വൻസുകൾ, അതാണ് ഈ സിനിമയിലെ ട്രെയിലർ കട്ട്സിലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചൊരു ഐറ്റം. കുറേ കോമഡി ഐറ്റംസൊക്കെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങി കൊണ്ടുപോകുന്നൊരു മൂഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇതെങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതിനിടയിൽ ഈ സുധീഷ്, മനോജ് കെ ജയൻ, ജഗദീഷ്, പിന്നെ അതുപോലെ തന്നെ അശോകൻ, ഇവരുടെയൊക്കെ ചില ഏരിയാസ്, ഇവർ കൈകാര്യം ചെയ്യുന്ന ചില കോമഡികൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ സിനിമയിൽ അവിടെ ഇവിടെ ആയിട്ട് പോകുന്നുള്ള കുറേ പരിപാടികളുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിലയിടങ്ങളിൽ നല്ലതായിട്ട് ചിരിക്കാനുള്ള സംഭവങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേ മറ്റു ചിലയിടങ്ങളിൽ ഇങ്ങനെ കോമഡി ആയിട്ട് കൊണ്ടുവരുന്ന ചില സംഭവങ്ങൾ നിർവികാരതയോടെ മാത്രം നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. കാരണം അവിടെയൊക്കെ ഒരു ഫണ്ണ് പിടിക്കാൻ നോക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാത്തൊരവസ്ഥ. നമ്മളിങ്ങനെ ചുമ്മാ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം. ഒരു പറഞ്ഞ കോമഡിയാണ് കേട്ടോ, ഓക്കെ ശരി എന്നാൽ അടുത്ത കോമഡി പറയും എന്ന് പറയുന്നൊരു കണ്ടീഷൻ ചിലയിടങ്ങളിൽ നല്ലപോലെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവരൊരു മൂഡ് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു ഇമോഷണൽ ടച്ച് പിടിച്ചിട്ടുള്ള ഒരു പരിപാടി. അതിനപ്പം തന്നെ ബ്രേക്ക് ചെയ്യാനും അവർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് വർക്കായി. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇമോഷണൽ ടച്ച് പിടിക്കാൻ ശ്രമിക്കുന്നിടത്തൊക്കെ നമുക്ക് ഇമോഷണലാണോ, ഓക്കെ അങ്ങനെ പോട്ടെ, എങ്കിൽ പിന്നെ ഇനി അടുത്ത ട്രാക്ക് മാറ്റിക്കോ എന്ന് പറയുന്ന ഒരു പരിപാടിയിലോട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ വിനീത്, നമ്മുടെ ഡാൻസർ വിനീതിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അബൂബക്കർ, അത്ര കച്ചവടക്കാരൻ. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ഇതിനകത്തൊരു ഹൈലൈറ്റ്, മെയിൻ എലമെൻ്റാണ്. പുള്ളിയുടെ ക്യാരക്ടറിലൂടെയാണ് കഥ തുടങ്ങുന്നത് തന്നെ. ആ ഒരു കഥാപാത്രത്തിന് ഭയങ്കര സീരിയസ്നെസ്സും ഒക്കെ കൊടുത്തിട്ട് മറ്റേ ഭാർഗവചരിതം 3-ാം ഖണ്ഡത്തിലെ മമ്മൂട്ടിയുടെ അതേ ഐറ്റത്തിൽ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്തു. പിന്നെ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഒരു വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുള്ളിയുണ്ട്. ക്യാരക്ടറിൻ്റെ പേര് ശരവണ്ണ എന്നാണ്. പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല പണിയെടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ള ഒരു തമിഴ് ടിപ്പിക്കൽ വില്ലൻ്റെ എല്ലാ മാനർസങ്ങളും കൂടെ ചേർത്ത് പിടിച്ച ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടർ ആർക്കിനകത്തോട്ട് ഒരു ഓഡിയൻസിനും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പലയിടങ്ങളിലും ഈ രാജേഷ് മാധവൻ്റെ ക്യാരക്ടർ കാണിക്കുന്ന കുറേ പരിപാടികളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിനെ ഓഡിയൻസിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒന്നും പോകുന്നില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ വിപ്ലവം പറയുന്നുണ്ട്, അതായത് ഒരു പുരോഗമനം. നമുക്ക് ഇപ്പോൾ ഒരു വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു ഫിസിക്കൽ റിലേഷൻ ആയിക്കഴിഞ്ഞാൽ മാരേജ് വേണ്ട, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളെ പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണുമ്പോഴത്തേക്ക് കുറേ കുലസ്ത്രീ ചേച്ചിമാർക്കൊക്കെ നല്ല രീതിയിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ വളരെ പോസിറ്റീവായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സിനെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനോജ് കെ ജയൻ്റെ ലൈഫിലുണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റിനെ ഭയങ്കര പോസിറ്റീവായിട്ട് അയാൾ കൈകാര്യം ചെയ്യുന്നൊരു സീനുണ്ട്. അവിടെയൊക്കെ സാഹചര്യവശാൽ നമ്മുടെ റാംജി റാവുവിലെ ചില കോമഡികളൊക്കെ എടുത്ത് പ്രയോഗിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ പിടിച്ചിട്ട് ഇവരെ ക്ലൈമാക്സിലോട്ട് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കൊണ്ട് പിന്നെ അങ്ങ് നിർവികാരതയാണ് പലയിടങ്ങളിലും. അതായത് വില്ലന്മാർ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ നായകനും ടീമിനും എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. കൈ കിട്ടുന്ന തക്കാളി എടുത്തെറിയുന്നു, ശാവപ്പെട്ടി എടുത്തെറിയുന്നു, അത് കണ്ടുടനെ വില്ലന്മാർ പേടിച്ച് റോഡിൻ്റെ നടുക്കിക്കുന്നു. ഇങ്ങനെ കുറേ പരിപാടികൾ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ലോജിക്കായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ കുറേ നൈസ് പരിപാടികൾ പിടിച്ച് അവർക്ക് മുമ്പോട്ട് പോവാം. പിന്നെ ഒരു പൊന്നാപുരം കോട്ട പോലത്തെ ഒരു പൾപ്പ് ഫാക്ടറി ഉണ്ട്. ഇതിനകത്തേക്ക് പാറയുടെ മേളിൽ നിന്ന് നമ്മുടെ നായകൻ വളരെ സിമ്പിളായിട്ട് അതിനകത്തേക്ക് കയറുന്നു. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ സ്കെച്ച് ചെയ്യാനാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇയാളെ വളരെ പുഷ്പം പോലെ അതിനകത്ത് കയറിയിട്ട് അതിനകത്ത് എല്ലാ പരിപാടിയും കാണിച്ചു കൂട്ടിയിട്ട് കുറേ ഐറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ കോമഡി എന്ന് പറഞ്ഞിട്ട് ആ ഏരിയയിൽ കാണിക്കുന്ന നമ്മുടെ ഒരു 90s സമയത്തൊക്കെ ഇന്ദ്രൻസ്, ജഗതി ചേട്ടൻ ഇവരൊക്കെ കാണിക്കുന്ന കുറേ തല്ലിനിടയിലുള്ള കുറേ പരിപാടികളുണ്ടല്ലോ. ആ പരിപാടികളെല്ലാം കൂടെ ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് ഒന്നിച്ചിങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് കാണിക്കുന്ന കുറേ ഐറ്റങ്ങൾ. ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടറിനൊരു ബിൽഡപ്പും കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ബിൽഡപ്പ് അവസാനം വരെയും പുള്ളിക്കാരൻ പരമാവധി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില കൗണ്ടേഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. അത് കോമഡി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ മനോജ് കെ ജയൻ്റെ ക്യാരക്ടർ, ഇവർക്ക് എല്ലാവർക്കും ക്യാരക്ടർ വൈസ് കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ അടുത്ത് ആരും നമുക്കൊരു ഇമോഷണൽ ടച്ചോ ഇമോഷണൽ കണക്ഷനോ ഫീൽ ചെയ്യിപ്പിക്കാത്ത പോലെ ആയിപ്പോയി ഇതിൻ്റെ റൈറ്റിങ്. അത് പ്രത്യേകിച്ച് ധീരൻ്റെ കേസിൽ കുറേ ഇമോഷണൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊന്നും സെറ്റായില്ല. എനിക്ക് തോന്നിയത് ഇതിനകത്ത് അഴിഞ്ഞാടിയ കുറേ ഏരിയാസ് കിട്ടിയത് സുധീഷ് ഏട്ടൻ്റെ ക്യാരക്ടറാണ്. പൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു നടത്തയും അതിനകത്ത് കാണിക്കുന്ന കുറേ പരിപാടികളുമൊക്കെ പുള്ളിക്കാരൻ വളരെ വൃത്തിയായിട്ട് നല്ല നൈസായിട്ട് അടിപൊളിയായിട്ട് അതിനെ കൈകാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ ഈ സിനിമയിൽ വർക്കാവുന്നുണ്ട്. പക്ഷേ മെജോറിറ്റി പാസം കാണിക്കാനുള്ള 1-2 ഏരിയാസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പാസവും തോന്നുന്നില്ല, ഫീലും തോന്നുന്നില്ല. അവസാനം ആയപ്പോഴത്തേക്കൊണ്ടും ഗ്രഹണി പിടിച്ച പിള്ളേരെ മറ്റേ ചക്കക്കൂട്ടാൻ കണ്ട അവസ്ഥയായിപ്പോയി. നായകൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ, വില്ലൻ എന്ത് വേണമെന്നറിയാൻ വയ്യ. ഇവരെല്ലാം കൂടെ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞുള്ള ഓട്ടം. ഇവിടെയുള്ള കുറച്ച് തമാശകളും കുറച്ച് കൗണ്ടറുകളും ഒഴിച്ചു നിർത്തിയാൽ ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികളും തോന്നുന്നില്ല. വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു കണ്ടൻ്റ് ആയിരുന്നു. പക്ഷേ ആ കണ്ടൻറ്റിനെ ഏത് തരത്തിൽ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് അവർക്ക് എത്താൻ പറ്റാതെ പോയി എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഓവറോൾ ഫീൽ ഉണ്ടല്ലോ, ഓക്കെ നൈസ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫീല്, ആ ഒരു ഫീലിലേക്കൊന്നും സിനിമ എത്തുന്നില്ല. അത് എത്തിപ്പിക്കാത്ത റൈറ്റിങ്ങിൻ്റെ കുഴപ്പമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ ഒരു റൈറ്റിങ്ങിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് ഫൺ എലമെൻറ്റ്സ് നൈസായിട്ടൊന്ന് ചിന്തിച്ച് ഫൺ എലമെൻറ്റ്സ് കുറച്ചുകൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ കുറേ ഐറ്റങ്ങളെ നൈസായിട്ടൊന്ന് പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് റീഫിക്സ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ കുറച്ചുകൂടെ നൈസായിട്ട് സെറ്റായാണ്. രാജേഷ് മാധവൻ്റെ ആണെങ്കിലും ഇവരുടെ ആരുടെയും പെർഫോമൻസിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എല്ലാവരും അവർക്ക് കിട്ടിയ ക്യാരക്ടേഴ്സിനെ വൃത്തിയായിട്ട് പെർഫോം ചെയ്തു. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് വൈസ് പലയിടങ്ങളിലും വീക്കായിപ്പോയി. ആ ഒരു സാധനം ഒന്ന് കയറി പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ കുറേ കൂടെ വേറെ ലെവലിൽ, ഇതിനകത്ത് ചിരിക്കാനുള്ള പരിപാടികളുണ്ട്, കുറേ ഏരിയാസിലുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല, നെഗറ്റീവായിട്ടും പറയുന്നില്ല. പക്ഷേ ഇനിയും ഒരുപാട് ഐറ്റങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നിട്ട് അതെല്ലാം ഇങ്ങനെ ശൂന്യമാക്കിയിട്ട് കളഞ്ഞ ഒരു ഫീല്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തു. സിനിമാറ്റോഗ്രഫി നൈസായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾക്ക് അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ എവിടെയും തൊടാതെ പോയ, എന്നാൽ ഒരു ട്രിപ്പ് മോഡ് പിടിച്ച് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ കണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ചിരിച്ച് ഒരോളം അടിച്ച് പോയാൽ ഒരു 1 ടൈം വാച്ചിന് പറ്റിയ ഒരു സിനിമ. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത ഒരു മിക്സഡ് അവിയൽ പരുവമായിപ്പോയി ധീരൻ എന്ന് പറയുന്നതിനകത്ത്. കൂടുതൽ ഒന്നും പറയാനില്ല. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. ഇൻഷോർട്ട് മല്ലി സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 3 out of 5 ആണ്. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരം. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കരുത്. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും